ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് കരൾ കറിയുടെ റെസിപ്പി ആയിട്ട് നോക്കിയാലോ. കരൾ കറി അല്ലെങ്കിൽ കരൾ മപ്പാസ് എന്നും ഇതിനെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ബീഫിൻ്റെ ലിവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതുപോലെ വലിയ പീസായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിസിൽ വന്ന ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താലും മതിയാകും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, പ്രഷർ പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലിവർ എടുത്ത് മാറ്റാം. ഇതിൻ്റെ വെള്ളം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ പുറത്തൊരു പാടയുണ്ട്, അതങ്ങ് മുറിച്ച് മാറ്റി കളയുക. ഇനി നമുക്കിത് നീളമുള്ള പീസസ് ആയിട്ടാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നീളമുള്ള പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കോക്കനട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവോള, അതുപോലെ തന്നെ ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കരളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോക്കനട്ട് വിനീഗർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കരളിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കരളിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ ഒന്ന് മിക്സ് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്ന ശേഷം നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ മൺചട്ടിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് ഇത് അടച്ചിട്ട് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കരൾ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് കോക്കനട്ട് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ കോക്കനട്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ചട്ടിക്ക് നന്നായിട്ട് ചൂടുണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത ശേഷം നമുക്കിതൊരു 30 മിനിറ്റെങ്കിലും അടച്ച് വെക്കാം. അതിനുശേഷം ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് നേരമെങ്കിലും ഇരുന്നാലേ ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് എടുത്തുള്ളൂ. ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.